നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരായ ഭീഷണികൾ വർദ്ധിപ്പിക്കുകയും പശ്ചിമേഷ്യയിലും അതിനപ്പുറത്തും സൈനിക നിലപാട് സ്വീകരിക്കാൻ ഉത്തരവിടുകയും ചെയ്യുമ്പോൾ തന്നെ ഇസ്രായേൽ ഭരണകൂടവുമായുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങളും ഇസ്രായേലിന്റെ അതിക്രമങ്ങൾക്കും യമനിലെ സൈനിക നടപടികൾക്കും അദ്ദേഹം നൽകുന്ന പിന്തുണയെയും ഗണ്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. അമേരിക്കയിലെ തന്നെ വിവിധ സംഘടനകൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഈ തീരുമാനങ്ങളോട് എതിർപ്പുമായി എത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇറാനെതിരായ സൈനിക നടപടി പശ്ചിമേഷ്യ അസ്ഥിരപ്പെടുത്തുകയും അമേരിക്കൻ വിഭവങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യുമെന്നാണ് ചില കൂട്ടർ പറയുന്നത്. ഇറാനുമായുള്ളൊരു യുദ്ധം ജയിക്കാൻ കഴിയില്ലെന്ന് മാത്രമല്ല, അമേരിക്കയുടെ നില തകരുമെന്നും ഇത്തരത്തിൽ പറയുന്നതായി ടെഹ്റാൻ ടൈംസാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഏതായാലും ട്രംപ് രണ്ടും കൽപ്പിച്ചു തന്നെ മുൻപിലുണ്ട് എന്ന് തന്നെ പറയാം. ആണവ കരാറിൽ എത്തിയില്ലെങ്കിൽ അമേരിക്ക ഇറാൻ ആക്രമിക്കുമോ എന്നുള്ളൊരു ചോദ്യം ചോദിച്ചപ്പോൾ ആബ്സല്യൂട്ട്ലി തീർച്ചയായും എന്നാണ് ഡൊണാൾഡ് ട്രംപ് മറുപടി നൽകിയിരിക്കുന്നത്. അവരുടെ ആണവ പദ്ധതിയിൽ ഒരു കരാറിലെത്താൻ അധികം സമയമില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സൈനിക നടപടി ഒരു ഓപ്ഷൻ ആണോ എന്ന് ചോദിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് അതിന് മറുപടി പറഞ്ഞത്, ആവശ്യമെങ്കിൽ തീർച്ചയായും അതിന് സൈനിക നടപടി ആവശ്യമാണെങ്കിൽ നമുക്ക് സൈന്യം ഉണ്ടാകും, ഇസ്രായേൽ അതിൽ വളരെയധികം പങ്കാളികളാകും, അതിൻ്റെ എല്ലാം നേതാവാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ US ബ്രിട്ടീഷ് താവളത്തിലേക്ക് B-2 ബോംബർ വിമാനങ്ങൾ അടുത്തിടെ വിന്യസിച്ചതും ഒരു സന്ദേശമായി ഉദ്ദേശിച്ചുള്ളതാണോ എന്ന് വ്യാഖ്യാനിക്കേണ്ടത് ഇറാൻ ആണെന്നാണ് പെന്റഗൺ മേധാവി പറഞ്ഞതിന് പിന്നാലെയാണ് US പ്രസിഡന്റിന്റെ പ്രസ്താവന. ഇറാനുമായുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിൽ മാർച്ചിൽ 6 B-2 ബോംബർ വിമാനങ്ങൾ ഇന്ത്യൻ മഹാസമുദ്ര ദ്വീപായ ഡീഗോ ഗാർഷ്യയിലെ US ബ്രിട്ടീഷ് സൈനിക താവളത്തിലേക്ക് മാറ്റിയതും യുദ്ധം എപ്പോൾ വേണമെങ്കിലും അമേരിക്ക തുടങ്ങാം എന്നുള്ള തക്കതായ ഒരു താക്കീത് നൽകിക്കൊണ്ടാണ്. ഇറാനുള്ള ഒരു സന്ദേശമായിരുന്നു B-2 വിന്യാസമെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സത്തിനോട് ചോദിച്ചപ്പോൾ അവർക്ക് തീരുമാനിക്കാൻ വിടാം, ഇതൊരു വലിയ ആസ്തിയാണ്, അതെല്ലാവർക്കും ഒരു സന്ദേശം നൽകുന്നു. പ്രസിഡന്റ് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്, ഇറാൻ ഒരു ആണവ ബോംബ് ഉണ്ടാകരുത്, സമാധാനപരമായി അത് ചെയ്യുന്നതിലാണ് പ്രസിഡന്റ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് ഞങ്ങൾ വളരെയധികം പ്രതീക്ഷിക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സിവിലിയൻ ഊർജ്ജ ആവശ്യങ്ങൾക്ക് ആവശ്യമായതിലും കൂടുതൽ യുറേനിയം സമ്പുഷ്ടമാക്കി ഇറാൻ രഹസ്യമായി ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ ശ്രമിക്കുന്നതായി അമേരിക്ക ആരോപിച്ചിരുന്നു. എന്നാൽ തങ്ങളുടെ ആണവ പദ്ധതി പൂർണ്ണമായി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും മറ്റ് സമാധാനപരമായ ആവശ്യങ്ങൾക്കും വേണ്ടിയാണെന്ന് ടെഹ്റാൻ വാദിക്കുന്നു. 2015 അന്നത്തെ US പ്രസിഡന്റ് ബറാക് ഒബാമയും UK, ഫ്രാൻസ്, ചൈന, റഷ്യ, ജർമ്മനി എന്നിവരുമായി ഇറാൻ ഒരു കരാറിൽ എത്തിയിരുന്നു. അതിനനുസരിച്ച് രാജ്യം അതിൻ്റെ ആണവ പ്രവർത്തനങ്ങൾ പരിമിതപ്പെടുത്തുകയും ഉപരോധങ്ങൾ ഒഴിവാക്കുന്നതിന് പകരമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിൽ നിന്നുള്ള ഇൻസ്പെക്ടർമാരെ രാജ്യത്തേക്ക് അനുവദിക്കുകയും ചെയ്യും. ഇറാന്റെ ആണവ ബോംബിലേക്കുള്ള സാധ്യത തടയാൻ വളരെ കുറച്ചു മാത്രമേ ചെയ്തിട്ടുള്ളൂ എന്ന് പറഞ്ഞതിനാൽ 2018 ഡൊണാൾഡ് ട്രംപ് കരാർ ഉപേക്ഷിച്ചു. ടെഹ്റാൻ അതിവേഗം പുരോഗമിക്കുന്ന ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നതിനായി ഇറാനും അമേരിക്കയും ശനിയാഴ്ച ഒമാൻ സുൽത്താനേറ്റിൽ ചർച്ചകൾ നടത്തും. എന്നിരുന്നാലും ചർച്ചകൾക്ക് മുമ്പ് തന്നെ ചർച്ചകൾ എങ്ങനെ പോകുമെന്നതിനെക്കുറിച്ച് തർക്കമുണ്ടായിരുന്നു. അവ നേരിട്ടുള്ള ചർച്ചകളായിരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തറപ്പിച്ചു പറയുന്നു. എന്നിരുന്നാലും US മിഡിൽ ഈസ്റ്റ് ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായി ഒരു മധ്യസ്ഥൻ വഴി പരോക്ഷമായി സംസാരിക്കുമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി പറഞ്ഞു. വ്യത്യാസം ചെറുതായി തോന്നാമെങ്കിലും അത് പ്രധാനമാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഡക്കർ കാൾസൺ, മെഡിയ ബെഞ്ചമിൻ, റോൾ പോൾ തുടങ്ങിയ രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തികളൊക്കെ തന്നെ അമേരിക്കയുടെ സൈനിക ഇടപെടലിനെതിരെ സംസാരിക്കുന്നുണ്ട്. വിനാശകരമായ പ്രത്യാഘാതങ്ങൾക്കുള്ള സാധ്യതയും അവർ ചൂണ്ടിക്കാട്ടി. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ വിദേശ നയത്തിന്റെ സങ്കീർണത, മത്സര താൽപര്യങ്ങളും അജണ്ടകളും എന്നിവ ഈ ചർച്ചയിൽ എടുത്തു കാണിക്കുന്നു. ഇസ്രായേലുമായി സൈനിസ്റ്റ് വ്യക്തികളുമായുള്ള ട്രംപിന്റെ ബന്ധങ്ങളാണ് ഈ മേഖലയോടുള്ള അദ്ദേഹത്തിന്റെ സമീപനത്തെ രൂപപ്പെടുത്തിയത്. ഇത് പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട്. ഇറാനെതിരായ സൈനിക നടപടിയുടെ അനന്തരഫലങ്ങൾ ദൂരവ്യാപകമായിരിക്കും. പ്രാദേശിക സ്ഥിരത, ആഗോള സുരക്ഷ, അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ കാര്യമായ പ്രത്യാഘാതങ്ങൾ ഇതുണ്ടാക്കും. മിഡിൽ ഈസ്റ്റിൽ സൈനിക ഇടപെടലിന്റെ ഒരു നീണ്ട ചരിത്രമാണ് അമേരിക്കയ്ക്കുള്ളത്. പക്ഷേ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഈ സമയത്ത് അമേരിക്ക അതുമായി ഇറാനിലേക്ക് ചെന്നാൽ, പ്രത്യേകിച്ച് ഇറാനെ ട്രംപ് പ്രകോപിപ്പിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അമേരിക്കയുടെ സ്ഥിതി കൂടുതൽ വഷളാകുന്നതിലേക്കായിരിക്കും കാര്യങ്ങൾ എത്തുക. ഇറാനെതിരായ സൈനിക ആക്രമണത്തിൽ പങ്കെടുത്ത് വിജയിക്കാൻ അമേരിക്കയ്ക്ക് കഴിയില്ലെന്നാണ് അമേരിക്കൻ യാഥാസ്ഥിതിക രാഷ്ട്രീയ നിരൂപകനായ ടക്കർ കാൾസൺ പറഞ്ഞിരിക്കുന്നത്.
ആയിരക്കണക്കിന് അമേരിക്കക്കാർ മരിക്കും. തുടർന്നുള്ള യുദ്ധത്തിൽ അമേരിക്ക തോൽക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറാനുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടുന്നതിനേക്കാൾ വിനാശകരമായ മറ്റൊന്ന് അമേരിക്കയ്ക്ക് സംഭവിക്കാനില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇറാനുമായി അമേരിക്ക യുദ്ധത്തിനിറങ്ങുന്നത് ആത്മഹത്യാപരമാണ്. ഇറാനുമായി സംഘർഷത്തിന് അമേരിക്കയെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരാളും അമേരിക്കയുടെ സഖ്യകക്ഷിയല്ല, മറിച്ച് ശത്രുവാണെന്നും കാൾസൺ കൂട്ടിച്ചേർത്തു. ഇറാനുമായുള്ള യുദ്ധം അമേരിക്കൻ ജനതയ്ക്കല്ല, നെതന്യാഹുവിന്റെ സർക്കാരിനുമുള്ള സമ്മാനമായിരിക്കുമെന്നാണ് കോൾപിക്കിലെ മെഡിയ ബെഞ്ചമിൻ പോലുള്ള പുരോഗമനവാദികൾ പറഞ്ഞിരിക്കുന്നത്. അതേസമയം ടെക്സാസിൽ നിന്നുള്ള അമേരിക്കൻ പ്രതിനിധിയായി നിരവധി തവണയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി 2 തവണയും സേവനമനുഷ്ഠിച്ച റോൾ പോൾ സംഘർഷം രൂക്ഷമാകുന്നതിലേക്ക് അമേരിക്കയുടെ നീക്കത്തെ ശക്തമായി അപലപിച്ചു. യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനെന്ന് പറഞ്ഞെത്തിയ ട്രംപ് ഇപ്പോൾ യമനെതിരെ ആക്രമണങ്ങൾ ആരംഭിക്കുകയും ഇറാന് നേരെ ഭീഷണി മുഴക്കുകയും ഇസ്രായേലിന് ആയുധങ്ങൾ കൈമാറുകയും ചെയ്യുന്നുവെന്നും വൈറ്റ് ഹൗസിലെ ഓരോ ആളുകളെയും യുദ്ധക്കൊതിയന്മാരാക്കി മാറ്റുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇനിയൊരു യുദ്ധത്തിന് അമേരിക്ക ഇറങ്ങി തിരിച്ചാൽ തന്നെ അതിൽ അമേരിക്ക അനുഭവിക്കാൻ പോകുന്ന സാമ്പത്തിക നഷ്ടം വളരെ വലുതായിരിക്കുമെന്നാണ് ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ സംഘർഷങ്ങൾക്ക് കുറഞ്ഞത് $6 ട്രില്യൺ ചിലവായത്. പക്ഷേ ഇറാനിൽ അങ്ങനെയായിരിക്കില്ല. ഏകദേശം 90 ദശലക്ഷം ജനസംഖ്യയുള്ള ഇറാൻ നൂതന മിസൈൽ, ഡ്രോൺ സംവിധാനങ്ങളാൽ സമ്പന്നമാണ്. ആഗോള വ്യാപാരത്തിനും എണ്ണ ഗതാഗതത്തിനും ഒഴിച്ചുകൂടാനാവാത്ത സമുദ്ര ഇടനാഴിയായ ഹോർമുസ് കടലിടുക്കിനെ വിദഗ്ധമായി സംരക്ഷിക്കുന്നതിലൂടെയും രാജ്യം അതിന്റെ സമാനതകളില്ലാത്ത തന്ത്രപരമായ കഴിവ് പ്രകടിപ്പിക്കുന്നുണ്ടെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. ആ തന്ത്രപ്രധാന മേഖലയിൽ ഒരു തീപിടുത്തമുണ്ടായാൽ അത് ഒരു ഉപരോധത്തിലേക്കോ സംഘർഷത്തിലേക്കോ നയിച്ചേക്കാം. അത് എണ്ണവില കുതിച്ചുയരുന്നതിനും ലോകമെമ്പാടുമുള്ള സമ്പദ് വ്യവസ്ഥകളെ അസ്ഥിരപ്പെടുത്തുന്നതിനും പണപ്പെരുപ്പത്തിന് ആക്കം കൂട്ടുന്നതിനും കാരണമാകും. മാത്രമല്ല, അൽബോസ് പർവ്വതനിരകളും സാഗ്രിസ് പർവ്വതനിരകളും പോലുള്ള പ്രകൃതിദത്ത കോട്ടകളാൽ സംരക്ഷിക്കപ്പെട്ട ഇറാൻ ഏതൊരു അധിനിവേശ ശക്തിക്കും കാര്യമായ വെല്ലുവിളികൾ ഉയർത്തുമെന്നും ടെഹ്റാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. കൂടെ ആയത്തുള്ള സയ്യിദ് അലി ഖമനയുടെ ഉപദേഷ്ടാവായ അലി ലാരിജാനി ഉൾപ്പെടെയുള്ള മുതിർന്ന ഇറാനിയൻ ഉദ്യോഗസ്ഥർ അത്തരമൊരു നീക്കത്തിനെതിരായ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഒരു സൈനിക ആക്രമണം ഇറാനെ അവരുടെ ആണവ പദ്ധതി വേഗത്തിലാക്കാനും സ്വയം പ്രതിരോധത്തിനായി ആണവായുധങ്ങൾ വികസിപ്പിക്കാനും നിർബന്ധിതരാക്കും. അത് ആണവ വ്യാപനത്തിന്റെ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും നയതന്ത്ര പരിഹാരത്തിനായുള്ള ശ്രമങ്ങളെ കൂടുതൽ സങ്കീർണമാക്കുകയും ചെയ്യും. അങ്ങനെ വന്നാൽ പിന്നെ ഒരു ചർച്ചയ്ക്കിരിക്കാൻ പോലും അമേരിക്കയ്ക്ക് അവസരം ലഭിക്കില്ല. ഇപ്പോൾ നേരിട്ടുള്ള ചർച്ചയ്ക്ക് ട്രംപ് ആഹ്വാനം നടത്തിയിട്ടുണ്ടെങ്കിലും അമേരിക്കയുമായി ഒരു പരോക്ഷ ചർച്ചയ്ക്ക് തന്നെയാണ് ഇറാന് താല്പര്യം. അതേസമയം അമേരിക്കൻ താല്പര്യങ്ങളല്ല, ബാഹ്യ പങ്കാളികളാണ് സംഘർഷം രൂക്ഷമാക്കുന്നതെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട്. സെനറ്റർ ടോം കോട്ടൺ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാൾട്സ് തുടങ്ങിയ അമേരിക്കൻ ഉദ്യോഗസ്ഥർ പലപ്പോഴും ഉപയോഗിക്കുന്ന സൈനിക ഓപ്ഷൻ, ലിബിയൻ മോഡൽ എന്നിവയ്ക്കുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ആഹ്വാനങ്ങൾ കളിയുടെ ഗതി തന്നെ മാറ്റിമറിച്ചതാണ്.